മുനയംകുന്ന് രക്തസാക്ഷി ദിനത്തിന്റെ 76ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി പാടിയോട്ടുചാൽ രക്തസാക്ഷി നഗറിൽ അനുസ്മരണ പൊതുയോഗവും പ്രകടനവും നടന്നു. പൊതുസമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി. HUID ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. മുനയംകുന്ന് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി പാടിയോട്ടുചാൽ രക്തസാക്ഷി നഗറിൽ നടന്ന പൊതുസമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മറ്റൊന്ന് സർവദേശീയ തൊഴിലാളി ദിനമായിട്ട് നമ്മളെല്ലാവരും ആചരിക്കുന്ന ഒരു ദിവസമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്ത് തൊഴിലാളികളുടെ അവകാശ പോരാട്ടത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുകയും പുതിയ അവകാശ പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്ന ദിവസമാണ് മെയ് 1. ഇന്നത്തെ തലമുറ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ചരിത്രത്തെക്കുറിച്ച് നല്ല അവബോധവും ബഹുമാനവും ഉണ്ടെങ്കിൽ മാത്രമേ വർത്തമാനകാലത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് പോകാൻ മനുഷ്യ സമൂഹത്തിന് കഴിയുകയുള്ളൂ. കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റം ഒരു ദിവസം പ്രത്യക്ഷത്തിലുണ്ടായതല്ല. ഇന്ന് കേരളത്തിൽ ഉടുതുണിക്കും മറുതുണിയില്ലാത്ത മനുഷ്യരെ വിശേഷിപ്പിക്കാൻ ആരുമില്ല എന്ന് പറയുന്നതാണ് ശരി. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൂടെ നല്ല സോഷ്യലിസം നിലവിൽ വന്നു എന്നൊന്നുമല്ല പറയുന്നത്. അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭരണനയത്തെ കൂടി ബന്ധപ്പെടുത്തി മാത്രമേ അത്തരം കാര്യങ്ങൾ പൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ത്യയുടെ ഭാഗ്യദോഷത്തിന് കോൺഗ്രസും BJPയുമാണ് കേന്ദ്രത്തിൽ അധിക സമയത്തും അധികാരത്തിലിരുന്നത്. എന്നാൽ ഇടതുപക്ഷം കേരളത്തിൽ വന്നതിന്റെ ഫലമായി കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റത്തിന്റെ ഭാഗമായി നമുക്ക് വസ്ത്രം ധരിക്കാനുണ്ട്, ഭക്ഷണം കഴിക്കാനുണ്ട്, കുട്ടികളെ പഠിപ്പിക്കാൻ സ്കൂളുകളുണ്ട്, ചികിത്സിക്കാൻ ആശുപത്രികളുണ്ട്. പൊതുവഴിയിലൂടെ എല്ലാവർക്കും നടക്കണം. ഇഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. എന്തോരം മാറ്റമാണ് മനുഷ്യരുണ്ടായിരിക്കുന്നത്. റെഡ് വളണ്ടിയർ മാർച്ചിനും പ്രകടനത്തിനും ശേഷം നടന്ന പൊതുയോഗത്തിന് സംഘാടക സമിതി കൺവീനർ K പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. അതുപോലെ മാക്കൂട്ടന്മാരുമൊക്കെ തന്നെ എന്തൊക്കെ കള്ളപ്രചാരങ്ങൾ നടത്തിയാലും ഊതിക്കാച്ചിയ പൊന്നുപോലെ കേരളത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ടീച്ചറെ സംഘാടക സമിതി ചെയർമാൻ PV തമ്പാൻ അധ്യക്ഷത വഹിച്ചു. അത് പറ്റില്ല, ഞങ്ങൾ എടുത്ത് വിതരണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കർഷക പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വന്നപ്പോഴാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് 1948 ഈ മുനയംകുന്ന് സമരവുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടായത് എന്ന് നമുക്കറിയാം. CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ്, CPM കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ്, MLA TI മധുസൂദനൻ, മുൻ MLA C കൃഷ്ണൻ, P ശശിധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയോട്ടുചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.